ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെറാസ് കളക്ഷൻസ്. ഞാൻ ജെസി. നമ്മൾ കുറച്ച് ദിവസമായിട്ട് സാരികളൊക്കെയാണ് ഇടുന്നത്. കുറച്ച് ആളുകൾ ചോദിച്ചു തുടങ്ങി. ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് അല്ലെങ്കിൽ കമൻറ്റിലൊക്കെ ചിലർ എഴുതി തുടങ്ങി, ചുരിദാറൊന്നും ഇല്ലേ, കുർത്തിയൊന്നും ഇല്ലേ എന്ന്. ഉണ്ടിട്ടോ, ഇല്ലാത്തത് കൊണ്ട് ഇടാത്തതല്ല. സാരികൾ കുറച്ച് അധികം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ആദ്യം സാരി ഇട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാ ഇന്ന് 3 പീസിൻ്റെ സെറ്റാണ് ഇടുന്നത് കേട്ടോ. അതിനകത്ത് ബോട്ടം, ടോപ്പ്, ദുപ്പട്ട നമുക്കറിയാലോ. ഞാൻ ജയ്പൂർ കോട്ടൻ്റെ കൊണ്ടുവരാറില്ല. അപ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ജയ്പൂർ കോട്ടൻ്റെ, പ്യുവർ കോട്ടൻ്റെ ടോപ്പ്, ബോട്ടം, ദുപ്പട്ട. നല്ല മെറ്റീരിയൽ 60 കോട്ടണിൽ വരുന്ന മെറ്റീരിയലാണ്. അതാണ് ആദ്യം കാണിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് ക്രിസ്മസിനൊക്കെ ഇടാൻ പാകത്തിനുള്ള ഒരു വൈറ്റിനകത്ത് എംബ്രോയ്ഡറി വർക്ക് വരുന്നത്. ഞാൻ ആദ്യം കൊണ്ടുവന്ന ഹക്കോബ ടൈപ്പ് അല്ല, വേറെ ടൈപ്പാണ്. അത് കിട്ടിയിട്ടില്ല, വേറെ ടൈപ്പാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ലതാണ്, നല്ല ഭംഗിയുള്ള നല്ല വർക്കൊക്കെ ചെയ്തതാണ്. നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് കുറച്ചൊരു എന്താ പറയേണ്ടത്, കുറച്ചും കൂടെ അതിൻ്റെ ഫാബ്രിക് ഒരു കോട്ടൺ സിൽക്ക് അല്ല, പ്യുവർ കോട്ടണും അല്പം ഈ റോമൻ സിൽക്കിൻ്റെയും കൂടെ കുറച്ച് മിക്സ് വന്നിട്ട് പ്യുവറായിട്ടുള്ള കോട്ടൺ അല്ല. അത് ഈ റേറ്റ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറച്ചും കൂടിയൊക്കെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കാര്യമായിട്ട് കണക്കിലെടുക്കണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി കമൻറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരോടും ഒരുപാട് താങ്ക്ഫുള്ളാണ്. അടുത്തത് നമുക്ക് ഓരോന്നായിട്ട് കളക്ഷൻസിലേക്ക് പോകാം. ഞാൻ ഒത്തിരി അങ്ങോട്ട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തി വെച്ചിട്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണാനായിട്ട് തുടങ്ങുക. അങ്ങനെ തന്നെ നേവി ബ്ലൂ ആണ് കളർ. ഇതിൽ കുറച്ച് ഒരു ബ്ലൂവിൻ്റെ കളർ കുറച്ചിട്ട് എടുത്താണ് കാണിക്കുന്നത്. ഇതല്ല, നമ്മൾ നേവി ബ്ലൂ ഇത്തിരി സട്ടിൽ ലുക്കിൽ നിൽക്കുന്ന ബ്ലൂ ഇല്ലേ, തൈ ബ്ലൂ. ഇതാണ് കേട്ടോ, ഇതാ കളർ. ഇതെല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളത് കൊണ്ട് നല്ല ഒരു വൈഡ് യൂനെക്കാണ് വന്നിരിക്കുന്നത്. നോക്കിക്കോളൂ, ഇങ്ങനെ യൂനെക്കാണ് വരുന്നത്. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക്കാണ്, കണ്ടോ. നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്തിപ്പം ലൈനിങ് ഇല്ല കേട്ടോ. ലൈനിങ്ങിന് ഈ മെറ്റീരിയലിന് ഒട്ടും ലൈനിങ് ആവശ്യമില്ല. ഇതിനകത്തേക്ക് നമ്മൾ ലൈനിങ്ങും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് ചൂടെടുക്കും കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലത്തെ ഒരു ഒതുങ്ങിയ കളറാണ് കേട്ടോ. സ്ലീവ് 3/4 സ്ലീവിൻ്റെ തുമ്പത്ത് നോക്കിക്കുക. ഇതുപോലെ പടി പോലെ ഒരു ഡിസൈൻ കൊടുത്തിട്ട് നന്നായിട്ട് അതിനെ ഒന്ന് സ്ലീവിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡിസൈൻ തന്നെയാണ് നമ്മുടെ നെക്ക് പോർഷനിലും വന്നേക്കണത്, കണ്ട. നെക്കിലും ഒരു ചെറിയ പടി കൊടുത്തിട്ട് നെക്കിനെയും ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കണ്ട. അങ്ങനെ നിങ്ങൾ നോക്കിക്കോളൂ. ഇത് നിങ്ങൾക്ക് കൂടുതൽ കിട്ടും. ഈ ലെങ്ത്തും കൂടെ നിങ്ങൾക്ക് ഈ കുർത്തിക്ക് ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തീനയിലും കൂടുതൽ കിട്ടും. അതായത് ഇതിനൊരു 46-47 ഈസി ആയിട്ട് നിങ്ങൾക്ക് ലെങ്ത് കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ കൂടുതൽ കിട്ടൂല കേട്ടോ. നെക്കിന് ഒരു ചെറിയ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് നന്നായിട്ട് നെക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് കുർത്തി വരുന്നത്. 6 പ്രിൻറ്റിൽ വരുന്ന ബോട്ടമാണ്. 38 ആണ് ലെങ്ത് കിട്ടുക. ബോട്ടം പാർട്ട് ഇതാ ഇങ്ങനെ വരും. 6 പാറ്റേൺ ആണ്. ഫ്രണ്ടിൽ നോക്കിക്കോ, നാട കൊടുത്തിട്ടുണ്ട്, കണ്ടോ. ഇവിടെ ബാക്കിൽ ഇലാസ്റ്റിക്. ഇതിൻ്റെ ഇപ്പം ഈ സൈസ് ഞാൻ കാണിക്കുന്ന സൈസ് എന്ന് പറയുന്നത് 42 ആണ് കേട്ടോ. ഇതിൻ്റെ 42 മാത്രമേ ഉള്ളൂ കേട്ടോ. 42 സൈസ്, ഞാൻ പറയുന്ന സൈസ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ആ ബോട്ടത്തിൻ്റെയും പിന്നെ ഈ ടോപ്പിൻ്റെ പ്രിൻറ്റും കൂടെ മിക്സ് ചെയ്ത് വരുന്നതാണ് ദുപ്പട്ട കേട്ടോ. ഇതാ ദുപ്പട്ടയുടെ നീളം നോക്കിക്കോളൂ. ഇതാ 2.5 മീറ്റർ ദുപ്പട്ടയാണ് കേട്ടോ. ഞാൻ ഇട്ട് കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് ലെങ്ത് മനസ്സിലാവും. ഫ്രണ്ട് നോക്കിക്കോളൂ, ഇതാ കണ്ടില്ലേ. ബാക്കിൽ 890 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്ന റേറ്റ് തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. നല്ല ഒന്നന്തരം മൽക്കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ് കേട്ടോ. നല്ല ദുപ്പട്ടയാണ്. അതോ നോക്കിക്കോ, നല്ല പ്രിൻറ്റും ബോർഡറും എല്ലാം കൂടെ കൊടുത്തിട്ട് നല്ല മൽക്കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. ഡബിൾ എക്സലിൻ്റെ ഇതാ ഒരെണ്ണമുണ്ട്. ഇതാ ഡബിൾ എക്സലുകാർക്ക് ഈ പ്രാവശ്യം എനിക്ക് കിട്ടിയില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. ഇരുന്നതിൽ കണ്ടോ. ഇപ്പം നോക്കിക്കേ, ഇപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് കളർ കിട്ടണില്ലേ. ഈ കളർ നോക്കിക്കോളണം കേട്ടോ. ഇപ്പം ഈ നിങ്ങൾ ക്യാമറയിൽ കാണുന്നതിലും കുറച്ച് സ്ലീവ് നോക്കിക്കോ. നെക്കിൽ ഒരു കുഞ്ഞ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെ ഈ ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ എമ്മിൻ്റെ പോർഷനിൽ ഈ ഒരു പടി ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യത്തേതിലും ഉണ്ടായിരുന്നു, ഞാൻ പറയാൻ മറന്നു പോയതാണ്. ഹെം പോർഷൻ വരില്ലേ താഴത്ത്, കണ്ടോ, ഈ പൊടി ഡിസൈൻ വരും കേട്ടോ താഴത്ത്. അതെല്ലാ കുർത്തിക്കും ഉണ്ട്. അത് നേരത്തെ നമ്മൾ കൊണ്ടുവന്നതിനും ഒക്കെ ഉണ്ടായിരുന്നു, ഇതിനും ഒക്കെ ഉണ്ട്. ലെങ്ത് ഇതുപോലെ തന്നെ നോക്കിക്കോ, ഇത്രയും ലെങ്ത് കിട്ടും.
ാണ് പാൻറ് വന്നേക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ഫ്ലോറൽ പ്രിൻ്റ് പോലെ ഉണ്ടോ. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ പടി. 44-ൻ്റെയാണ് ഇത് കേട്ടോ. ഇത് 44 സൈസ്, XXL. തുമ്പത്ത് ബോർഡർ വരും കേട്ടോ. താഴെ ബാക്കിൽ തുമ്പിൽ ബോർഡർ കണ്ടില്ലേ. നീളം കാണാൻ പാടില്ല, നിങ്ങൾ നോക്കിക്കും. ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ നീളം കിട്ടും കേട്ടോ. ഇങ്ങോട്ട് വന്നിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ്. 2.5 മീറ്റർ ദുപ്പട്ട ഉണ്ടാവും കേട്ടോ. ദുപ്പട്ട അത് 890 അടുത്തത്. ഇതാ ഡാർക്ക് ഗ്രീനിൽ വരുന്ന ഷെയ്ഡിൽ വരുന്നതാണ്. നോക്കിക്കോ. എല്ലാത്തിൻ്റെയും വ്യൂ ആണ് നെക്ക് വരുന്നത് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കണത് ഇത് XXL ആണ്. ഇതിൻ്റെ XL, XXL 2 സൈസും ഉണ്ട് കേട്ടോ. താഴത്തെ പ്രിൻ്റ് നോക്കിക്കോ. ഇവിടെ ഇതുപോലെ ഒരു പടിയുണ്ട്. ഇതുപോലെ യൂനെക്കാണ്. നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചെറിയ പ്രിൻറ്റിൽ വരുന്ന ലൈറ്റിൽ വരുന്ന ദുപ്പട്ട, ലൈറ്റിൽ വരുന്ന പാൻറ് ലൈറ്റ് കളറിൽ. ഇഷ്ടംപോലെ നീളമുണ്ട് കേട്ടോ. ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട. ഇത് XXL ഉണ്ട്. 2 സൈസും ഉണ്ട്. 890 പ്രൈസ് വരുന്നത്. ഇങ്ങനെ പ്രിൻ്റ് വരുന്നത്. ബ്ലൂവിൻ്റെയും ഒരു ബ്രൗണിഷ് ഷെയ്ഡാണ് ഇത് വരുന്നത് കേട്ടോ. പ്രിൻ്റ് നോക്കിക്കോ. ഇങ്ങനൊരു പ്രിൻ്റാണ്, നല്ലൊരു പ്രിൻ്റാണ് വരുന്നത്. ചെറിയ ചെറിയ പ്രിൻ്റുകളാണ്. ഒതുങ്ങിയ നേവി ബ്ലൂ കളറാണ്. ഈ കളറല്ല കേട്ടോ, ഞാൻ കളർ കാണിച്ചു തരാം. ഇതുമല്ല, ഇതാ കളർ നേവി ബ്ലൂ എന്ന് പറഞ്ഞാൽ ഒതുങ്ങി നിൽക്കുന്ന നേവി ബ്ലൂ കളറില്ലേ, അതാണ് കളർ കേട്ടോ. അല്ലാതെ ഇങ്ങനെ ഉച്ച നിൽക്കുന്ന കളറല്ല, ഒതുങ്ങി നിൽക്കൂലേ, അതുപോലത്തെ നേവി ബ്ലൂ കളറാണ് കേട്ടോ. സ്ലീവിൻ്റെ എൻഡിലും ആ പടി ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ കൊടുത്തിട്ടില്ലേ, ഡിസൈൻ കൊടുത്തിട്ടില്ലേ, അത് തന്നെ സ്ലീവ് എൻഡിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ ക്യാമറയുടെ അടുത്ത് വരുമ്പോൾ ഈ ബ്ലൂ കുറച്ചിങ്ങനെ കൂടുതൽ അങ്ങോട്ട് ഫ്ലൂറസെൻറ്റ് ബ്ലൂ പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അങ്ങനത്തെ കളറല്ല, ഒതുങ്ങിയ നേവി ബ്ലൂവിനുള്ളതാണ് ബോട്ടം വരുന്നത്. ഇപ്പം നമ്മുടെ ഈ ടോപ്പിൽ വരുന്ന ഈ കളറില്ലേ, ഇത് കണ്ട, ഇതിൻ്റെ ഇപ്പോൾ ഒക്കെ നോക്കി കുറച്ചും കൂടെ ഒതുങ്ങിയ കളറാണ് കാണുന്നത്. അതിൽ തന്നെയാണ് ബോട്ടം വരുന്നത് കേട്ടോ. XL സൈസ് കേട്ടോ. കൊണ്ടുവരും കേട്ടോ, അങ്ങനെയല്ല, ഇപ്പം ഇല്ല. ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് 2 XL. ഇതാണ് ദുപ്പട്ട. അതായത് ഇതിൻ്റെ ഇവിടെ വരുന്ന ആ ഒരു ബ്രൗണിനോട് ചേർന്ന് വരുന്ന ദുപ്പട്ട വരും. പാൻറ്റും അങ്ങനത്തെ തന്നെയല്ലേ, അപ്പം അതുമായിട്ട് വെയർ ചെയ്ത് വരുന്ന ദുപ്പട്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 890 ഇതിൻ്റെ നമ്മളുടെ കയ്യിൽ XL മാത്രമേ സൈസുള്ളൂ. ഇനി ഇത് അടുത്ത XL ആണിത്. ഭയങ്കര ഡള്ളല്ല. നിങ്ങളുടെ വീഡിയോയുടെ അടുത്ത് വരുമ്പോൾ വല്ലാണ്ട് ഡള്ളായിട്ട് തോന്നും, അത്ര ഡള്ളല്ല കേട്ടോ. ഇവിടെ ഒരു പടി ഡിസൈൻ ഉണ്ട്. നെക്ക് ചെറുതായിട്ടൊരു V ആണ് കേട്ടോ. U അല്ല, കറക്റ്റ് U അല്ല, ചെറിയ ഒരു V ആണ്. നോക്കിക്കേ, കണ്ടോ, ഇങ്ങനെയാണ് നെക്ക്. നല്ല റെഡും വൈറ്റും കൂടെയുള്ള കോമ്പിനേഷനാണ്. വേണമെങ്കിൽ ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയതാണ് കേട്ടോ. താഴെ റെഡ് വൈറ്റ് നമ്മുടെ ക്രിസ്മസ് കോമ്പിനേഷനാണല്ലോ, അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. അതാ XL സൈസ് കേട്ടോ. ദുപ്പട്ട ഇതാണ്. ഇഷ്ടംപോലെ നീളമുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നോക്കി ഇത്രയും നീളമുണ്ട്. നോക്ക്, ഫ്രണ്ടിൽ ഇത്രയും നീളമുണ്ട്, ബാക്കിൽ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് സിൽക്കിൻ്റെ സെറ്റുകളുണ്ട്. സിൽക്കല്ല, ഒരു നല്ല മെറ്റീരിയൽ, നല്ലൊരു സിൽക്കി ഫിനിഷ് വരുന്ന മെറ്റീരിയലാണ് കേട്ടോ.
നോക്കിക്കോ, ഇത് പാർട്ടി വെയർ സെറ്റിൽ വരുന്നതാണ് കേട്ടോ. റോമൻ സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ്. നോക്കി, മെറ്റീരിയൽ നിങ്ങൾക്ക് അടുത്ത് കാണാം. ലൈനിങ് ഉണ്ട് കേട്ടോ. ഇതാ ഞാൻ താഴെ ഭാഗം കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ കോളറിൽ വരുന്ന. നോക്കി, കോളറല്ല, മീൻസ് നെക്കിൽ വരുന്ന ഡിസൈനായി കാണുന്നത്. റൗണ്ടിൽ ഇങ്ങനെ നല്ല ഒരു യു, കുറച്ച് നല്ല വൈഡായിട്ടാണ് യു കേട്ടോ. അതിനകത്ത് നോക്കിക്കേ, അതിനകത്ത് വരുന്ന ഡിസൈൻ നോക്കിക്കോളൂ. ഇങ്ങനെയാണ് ഉണ്ട്. ഇത് നല്ല ഒരു ബീഡ്സ്, എന്താ പറയേണ്ടത്, നമ്മുടെ ഈ ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ. ത്രെഡ് വർക്കാണ് ഈ ഇത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു കുറച്ചൊരു നല്ല വൈഡായിട്ടാണ് നല്ല വ്യൂ വന്നിട്ട് ഇവിടെ വരുമ്പോൾ നോക്കിക്കോളൂ. ഇതാ ഇതിൻ്റെ ഒരു വി കട്ടിങ് പോലെ ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കുക, കാണരുത്. എന്നിട്ട് ഈ വിയുടെ ഇവിടെ ഇങ്ങനെ ചെറുതായിട്ട് ക്ലോസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഓപ്പൺ ആയിട്ട് കിടക്കുകയില്ല, കണ്ടോ. എന്നിട്ട് എംബ്രോയ്ഡറി വർക്ക് അങ്ങനെയാണ് ഇത് വരുന്നത്. കണ്ടോ, ഇതാണ് നെക്കിൻ്റെ ഡിസൈൻ കാണുന്നത്. ഇതിനകത്ത് ബീഡ്സും മിററും എല്ലാം ഉണ്ട് കേട്ടോ. മിറർ വർക്ക് ഉണ്ട്, ത്രെഡ്, ഇതെല്ലാം ത്രെഡ് എംബ്രോയിഡറിയാണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ത്രെഡിൻ്റെ വർക്കാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മിററിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ആണ് വർക്ക്. നിങ്ങൾ ഈ കാണുന്നില്ലേ, ഇത് തന്നെ സംഭവം. ഇതിൻ്റെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ മിറർ വർക്ക് വരുന്നുണ്ട്. സ്ലീവ് നോക്കിക്കോളൂ. സ്ലീവിൻ്റെ എൻഡ് ഇതാ ഇങ്ങനെയാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഒരു ക്രോഷ്യ ലേസ് കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് ഇതാ സ്ലീവ് എൻഡിൽ ഇങ്ങനത്തെ നല്ല എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ആ എംബ്രോയ്ഡറിയുടെ കൂടെ തന്നെ ഇതാ മിറർ വർക്കും ഉണ്ട്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കണം. ഇതൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് ചിലപ്പം വീഡിയോയിൽ കിട്ടില്ല. ഇതൊക്കെ മിറർ വർക്കും എംബ്രോയ്ഡറിയും എല്ലാം കൂടെ കൂടിയിട്ട് ക്രോഷ്യ ലേസും എല്ലാം കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടാണ് സ്ലീവ് എൻഡ് കൊടുത്തേക്കണത് കേട്ടോ. ആ നെക്കിൽ വരുന്ന അതേ വർക്കും. ഇനി ഇതിൻ്റെ സൈഡ് പോർഷനിലും താഴേക്കും ഈ വർക്ക് ഫോളോ ചെയ്യുന്നുണ്ട്. നീങ്ങി നിന്നിട്ടൊന്ന് കാണിച്ചു തരാം. നോക്കിക്കോളൂ, കണ്ടോ. നല്ല നീളമാണ് കേട്ടോ. 47 ഈസിയാണ് കേട്ടോ. ഇനി ഞാൻ അടുത്ത് വന്നിട്ട് വർക്ക് കാണിച്ചു. ഈ സൈഡിൽ വരുന്ന വർക്ക് നോക്കിക്കോ. ആ സെയിം വർക്ക് ഇങ്ങനെ സൈഡ് ഫുള്ള് നമ്മുടെ ഇവിടെ ഈ സ്ലിറ്റിൻ്റെ മുകളിൽ മുതൽ, ഇത് ഇവിടെ മുതലാണ് നമ്മളുടെ സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. നോക്കിക്കോ, അതിൻ്റെ മേളിൽ മുതൽ കുറച്ച് ഇതാ ഇവിടെ മുതൽ സ്ലിറ്റിൻ്റെ മേളിൽ, അതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് സ്ലിറ്റ് കേട്ടോ. ഇവിടെ മുതൽ നമ്മളുടെ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ പോവും. അതിൻ്റെ തുമ്പത്ത് ക്രോഷ്യ ലേസും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ വർക്ക് പോയിട്ട് താഴെ വന്നിട്ട് ആ ഹെം ഏരിയ മുഴുവനും ആ ക്രോഷ്യ ലേസും ആ വർക്കും മിറർ വർക്കും എംബ്രോയ്ഡറി വർക്കും നോക്കിക്കേ. മിറർ വർക്ക് ഞാൻ അനക്കുമ്പോൾ നിങ്ങൾക്ക് കാണരുതോ. ഇതാ എല്ലാം വന്നിട്ട് ഇതാ ഇങ്ങനെ വരും. അതുപോലെ അപ്പറേ സൈഡിൽ അതുപോലെ തന്നെ വർക്ക് വരും കേട്ടോ. എല്ലാം വരും രണ്ട് സൈഡ്. കണ്ടില്ലേ, ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത് കേട്ടോ. ഇത്രയും നല്ല എന്താ പറയുന്നത് ഹെവി എംബ്രോയ്ഡറി ആൻഡ് വർക്ക് ചെയ്ത കുർത്തിയാണ്. മുകളിലും താഴെയും സ്ലീവ് എൻഡിലും എല്ലാം അവിടുത്തെ നല്ല ഹെവി വർക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഇതാണ് വൈറ്റിൽ തന്നെയാണ് ബോട്ടം വരുന്നത്. ബാക്കിൽ ഇലാസ്റ്റിക്, ഫ്രണ്ടിൽ ഇതാ കണ്ടോ, അങ്ങനെയാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിൻ്റെ താഴെയും ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കാണിച്ചില്ലല്ലോ, കണ്ടോ. ഇതിനോട് മാച്ച് ചെയ്ത് നോക്കിക്കേ. ഇതിൻ്റെ ഈ മഞ്ഞ ഇതില്ലേ, മഞ്ഞ കളറില്ലേ, അതിനോട് മാച്ച് ചെയ്ത് ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ. ബോട്ടത്തിൽ രണ്ട് സൈഡിലും ഉണ്ട്, ഫുള്ള് ബാക്കിലും ഫ്രണ്ടിലും, രണ്ട് ലെഗ്സിൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. ഇതാണ് ബോട്ടം വരുന്നത്. ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ് അടുത്ത ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതിൻ്റെ ഓർഗൻസ ദുപ്പട്ടയാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട. നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഓർഗൻസ ദുപ്പട്ടയാണ് കേട്ടോ. പ്രിന്റ് നോക്കാം. സൈഡിൽ നല്ല കസവിൻ്റെ വീവിങ് ആണ് വരുന്നത് കേട്ടോ. വീവിങ് ആണ്, കണ്ടോ. ഗോൾഡൻ കസവിൻ്റെ വീവിങ്ങും ഉള്ളിൽ കസവിൻ്റെ വീവിങ് വരുന്നുണ്ട്. വിട്ട് ബൂട്ടാ വർക്ക് പോലെ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. അത് കൂടാണ്ട് നോക്കിക്കുക, ഇങ്ങനത്തെ ഡിസൈനും കൂടെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. താഴെ വരുമ്പോഴത്തേക്കും എന്താ ഫ്ലോറൽ പോലെ വരും.
എൻഡിൽ, രണ്ട് സൈഡിൻ്റെ ഷോളിൻ്റെ എൻഡിൽ ഇതാ ഇങ്ങനെ വരും. സൈഡിൽ ഫുള്ള് വരും കേട്ടോ. ഇതിൻ്റെ ബാക്ക് സൈഡിലും ഇതുപോലെ തന്നെ നോക്കുക, ഇങ്ങനെ ഈ എംബ്രോയിഡറി വർക്ക് ഫുള്ള് വരും. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ട് പോവാവുന്ന സെറ്റാണ്. നോക്കിയിട്ട് കണ്ടില്ലേ? കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇത് നല്ല ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. താഴെ വരെ ലൈനിങ് ഉണ്ട്. ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 1240 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. 1240 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. ഇതിൻ്റെ എക്സലും സെയിം സൈസ് ഉണ്ട് കേട്ടോ, എൽ ആൻഡ് എക്സൽ. അടുത്തത് നോക്കിക്കോ, നെക്സ്റ്റ് വേറൊരു വെറൈറ്റി. സെയിം മെറ്റീരിയൽ, സെയിം ഫാബ്രിക് എല്ലാം സെയിം തന്നെ, കുറച്ചതിൻ്റെ പാറ്റേണിൽ മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അത് നോക്കിക്കോ, ഇതാണ് പാറ്റേൺ വരുന്നത്. ഒരു കോളർ നെക്കിലാണ് വരുന്നത്, ചൈനീസ് കോളർ കണ്ടോ. ഇങ്ങനെ വന്നിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ വർക്ക് ഇതാണ് വരുന്നത്. നല്ല മിറർ വർക്ക് നോക്കിക്കേ, ഹെവി മിറർ വർക്കും ത്രെഡ് വർക്കും എംബ്രോയിഡറിയും എല്ലാം കൂടെ കൂടിയാണ് വരുന്നത്. ഇതൊക്കെ ശരിക്കും റെഡ് വൈറ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അതാ ക്രിസ്മസിന് അടിപൊളി സെറ്റായിട്ട് നമുക്ക് ഇട്ടിട്ട് പോവാം. ഫുള്ള് താഴത്തേക്ക് റെഡിൻ്റെയും ഒരു പീച്ചിൻ്റെയും പിന്നെ ആ ഗ്രീൻ ലീഫും കൂടെ വരും. അങ്ങനെ ഫ്ലോറലാണ് താഴെ വരെ പോണത് കേട്ടോ, താഴെ വരെ. അതുകൊണ്ട് അങ്ങനെ നീങ്ങി നിന്ന് കാണിക്കുമ്പോഴേ നിങ്ങൾക്ക് ഈ ഫ്ലവർ ഒന്നും ഒട്ടും കാണാൻ പറ്റില്ല. അതിൻ്റെയൊക്കെ ഒരു ക്ലോസർ വ്യൂ നിങ്ങൾക്ക് കിട്ടണില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ അടുത്ത് നിന്ന് കാണിക്കുന്നത് കേട്ടോ. നല്ല റെഡാണ് ഇത് കേട്ടോ, നല്ല റെഡാണ്. റെഡ്, പീച്ച്, വൈറ്റ്, ഇതാണ് ഇതിൻ്റെ കോമ്പിനേഷൻ. പെർഫെക്റ്റ് കോമ്പിനേഷൻ ഫോർ ക്രിസ്മസ് അല്ലേ. ഇവിടെ മുഴുവൻ റെഡാണ് വരുന്നത് കേട്ടോ. ഇത് പീച്ച്, ഇവിടെ പീച്ച്, ഇവിടെ ഗ്രീൻ ആൻഡ് പീച്ച്. ഇവിടെ കുറച്ച് ഭാഗത്തേക്ക് ഗ്രീൻ പീച്ച് വന്നിട്ട് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും ഫുള്ള് മേളിൽ കുറച്ച് പീച്ച് വരും, താഴെ വരുമ്പോൾ ഫുള്ള് റെഡ് ഇടയ്ക്കിടയ്ക്ക് പീച്ചിൻ്റെ ഒരു ചെറിയ ഇതും കൂടെ വരും കണ്ടോ. നോക്കിക്കോ, ഒരു സൈഡിൽ നോക്കിക്കേ പീച്ച് എംബ്രോയിഡറി കൊടുത്തിരിക്കണം, മറ്റേ സൈഡിൽ റെഡ് കളറിൻ്റെ എംബ്രോയിഡറി. എല്ലാം നല്ല ഒരു എന്താ പറയേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ നോക്കിക്കേ നല്ല ഒരു വർക്കൊക്കെ ഉണ്ട് കേട്ടോ. സിത്താര വർക്കും ഈ എന്താ പറയേണ്ടത് നമ്മുടെ സീക്വൻസിൻ്റെ വർക്കും എല്ലാം കൊടുത്തിട്ടുണ്ട് കണ്ടോ. അതുകൊണ്ട് അതിങ്ങനെ തിളങ്ങി നിൽക്കുകയും ചെയ്യും കുറച്ച്. ഇതിനകത്തിപ്പോൾ റെഡ് അത്ര കിട്ടണില്ല, നല്ല റെഡാണ് ഇത് കേട്ടോ. അതാ ഇപ്പോൾ ഒരു റെഡ് കിട്ടണില്ല, ഇതിലും കുറച്ചുകൂടെ ഡാർക്ക്, നല്ല ഡാർക്ക് റെഡിൽ ഇപ്പോൾ ഈ കിട്ടുന്ന റെഡാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വർക്കും, സിത്താര വർക്കും വരും. രണ്ട് ഹാൻഡ്സിലും അങ്ങനെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. സ്ലീവ് എൻഡൊക്കെ വെറുതെ ഇങ്ങനെ അടിച്ചിട്ട് അങ്ങനെ വിട്ടേക്കൊന്നുമല്ല, പാർട്ടി വെയർ, അസൽ പാർട്ടി വെയർ ആയിട്ട് തന്നെയാണ് അവർ ചെയ്തേക്കുന്നത് കേട്ടോ. നല്ല പടിയൊക്കെ കൊടുത്തിട്ട് നല്ല വർക്കൊക്കെ കൊടുത്തിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. കോളറാണ് നെക്ക് വരുന്നത്. ഇതിപ്പോൾ നീളം കാണാനാണ്. ഇതിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ ഒരു 40 കണ്ടോ, താഴെ വരെ ഒരു 47ൻ്റെ മിച്ചം ലെങ്ത് കിട്ടും കേട്ടോ. ബോട്ടം നോക്കിക്കോ, ഇതാണ് ഫ്രണ്ട് ബാക്ക്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു വൈറ്റ് കൊണ്ടുവന്നപ്പോൾ ഒരുപാട് ഡിമാൻഡായിരുന്നു. ഈ പ്രാവശ്യം ഈ ടൈപ്പാണ് കിട്ടിയത്. ലെഗിൻ്റെ തുമ്പത്ത് ഇങ്ങനെ വരും, രണ്ടെണ്ണത്തിൻ്റെ കേട്ടോ. കാലിൻ്റെ തുമ്പത്ത്, പാൻറ്റിൻ്റെ രണ്ട് സൈഡിൽ ഇങ്ങനെ വരും. എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് രണ്ട് കേട്ടോ. ഇത് 3 പീസ് അല്ല, ഇത് 2 പീസ് സെറ്റാണ്. ഇപ്പം ഇത് 2 പീസിൻ്റെ സെറ്റാണ് കേട്ടോ. ടോപ്പ് ബോട്ടത്തിൻ്റെ മാത്രം സെറ്റ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 975 ആണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. ഇതിന് ദുപ്പട്ട ഇല്ലല്ലോ, ടോപ്പും ബോട്ടവും മാത്രം, ഇതുകൊണ്ട് 975 ആണ്. എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജ് ഉണ്ട്, 50 റുപ്പീസ് ഷിപ്പിംഗ് ചാർജ് എല്ലാത്തിനും ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയി, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വളരെ പെട്ടെന്ന് കാണാം. അതുവരെ സ്റ്റേ ട്യൂൺഡ്, ബൈ.